കൂലി ഡീകോഡിംഗ് വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ട്. തൊട്ടടുത്ത 5 സെക്കൻഡിന് ശേഷം കൂടുതൽ സ്പോയിലേഴ്സ് ആയിരിക്കും കേൾക്കാൻ പോകുന്നത്. സോ ബിവേർ ഗൈസ്. കപ്പലിൽ ബോംബ് വെച്ച് തകർക്കുന്നത് ദേവയുടെ സുഹൃത്തുക്കളായ പഴയ കൂലികളാണ്. അവരിൽ ഒരാളായി ഖലീജയെയും കാണാം. ഇതേസമയം ദേവ സൈമണിനെ കൊന്നിരിക്കും. തുടർന്ന് ദാഹിയുടെ ആളുകൾ ഖലീജയെയും കൂട്ടരെയും, അതായത് കപ്പലിൽ ബോംബ് വെച്ച് തകർത്ത ആളുകളെ കൊണ്ടുപോകും. അതേ സ്ഥലത്തേക്ക് ദേവയും ചെല്ലുന്നു. അവിടെ വെച്ച് ദാഹയും ദേവയും തമ്മിലുള്ള ഫേസ് ഓഫ് സീൻ. ദയാലിനെ കഴുത്തിലും കയ്യിലും ചേർത്ത് കെട്ടി പണി തീരാത്ത കെട്ടിടത്തിന് മുകളിൽ ഇട്ടിട്ട് പോയ രംഗം. അതിനുശേഷം ദയാൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എന്നിട്ട് ബൈക്കിൽ പോകുന്ന രംഗമാണ് ട്രെയിലറിൽ ഇടയ്ക്ക് കാണിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ ബൈക്ക് ഓടിക്കുമ്പോഴും കഴുത്തിലും കയ്യിലും ആ കെട്ടുകൾ അതുപോലെ തന്നെ കാണാം. ദേവയുടെ കഴുത്തിലെ ലോക്കറ്റിൽ പേരും ബ്ലഡ് ഗ്രൂപ്പും ആണുള്ളത്. ദേവ O പോസിറ്റീവ്. അതിന് താഴെയായി വീണ്ടും എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, അതെന്താണെന്ന് വ്യക്തമായില്ല. അതിൽ അവസാനം കൂലി നമ്പറാണ് 5821. ചിക്കിട്ടു വൈബ് സോങ് സീൻ ലിറിക് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതേ സ്ഥലത്ത് ഉപേന്ദ്രയുടെ ക്യാരക്ടർ ഖലീജ വരുന്നതായി 100 ഡേയ്സ് പ്രൊമോ ടീസറിൽ ഉണ്ടായിരുന്നു. ചിക്കിട്ടു സോങ് തീരുമ്പോഴേക്കും ദേവയും ഖലീജയും തമ്മിലുള്ള കണ്ടുമുട്ടൽ സീനായിരിക്കും. ദേവ ഖലീജ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന രംഗമാണെന്ന് ഉറപ്പിക്കാം. പണ്ട് കൂലിയായി രണ്ടുപേരും മുംബൈ പോർട്ടിൽ ജോലി നോക്കിയിട്ടുണ്ട് എന്നും ട്രെയിലറിൽ നിന്ന് കാണിക്കുന്നുണ്ട്. മുംബൈ പോർട്ടിലെ ഫൈറ്റ് സീൻ. മുംബൈ പോർട്ട് ആണെന്ന് മനസ്സിലാക്കാൻ ഈ സീനിൽ പുറകിലെ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഇത് ദേവയുടെ ഫൈറ്റ് സീനാണ്. കാരണം ഈ കൃതാവും ഹെയർ സ്റ്റൈലും ഒക്കെ ഓൾഡ് ദേവയുടേതാണ്. ട്രെയിലറിൽ ബീഡി കടിച്ചു പിടിച്ച് നെഗറ്റീവായി കാണിച്ചിരിക്കുന്ന ഷോട്ട് മാത്രമല്ല ദേവയുടേതായിട്ടുള്ളത്. ഈ ഫൈറ്റ് സീനും ദേവയുടേതാണ്. ഇതൊരു ചെറിയ ഡീറ്റെയിൽ ആണ്. പാർക്കിംഗ് സ്ഥലത്തെ ഫൈറ്റ് സീനിൽ ദേവയുടെ കയ്യിൽ കത്തിയല്ല, കട്ടിംഗ് പ്ലെയർ ആണ് ഇരിക്കുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇലക്ട്രിക് കസേരയും അതിനോട് ചേർന്നുള്ള ടെസ്ല കോയിൽ സംവിധാനവും രാജശേഖറിൻ്റേതാണ്. രാജശേഖർ പലപ്പോഴായി ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് ആളുകളെ ഇലക്ട്രോക്യൂട്ട് അഥവാ കറണ്ട് അടുപ്പിച്ച് കൊല്ലാനുള്ളൊരു സെറ്റപ്പ് അല്ല. ആയിരുന്നെങ്കിൽ ഇത്രയും കോയിലും വയർ കണക്ഷനും ഒന്നും വേണ്ട. നേരെ ഒരു ഇരുമ്പ് കസേരയിലേക്ക് ഒരു ഇലക്ട്രിക് വയർ കൊടുത്താൽ മാത്രം മതി. ഈ കസേരയിൽ ശ്രദ്ധിച്ചാൽ കസേരയിൽ ചാരിയിരിക്കുന്ന ബാക്ക് റെസ്റ്റ് ഭാഗത്താണ് വയറുകൾ കൂടുതൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ ചാരിയിരിക്കുമ്പോൾ ഇരിക്കുന്ന ആളിൻ്റെ സ്പൈനൽ കോഡ് അഥവാ സുഷുമ്ന നാഡി അവിടേക്ക് ചേർന്നിരിക്കും. നാഡി വ്യവസ്ഥയുടെ ഫുൾ മാപ്പിംഗ് എടുക്കാനാണ് പ്ലാൻ. കറണ്ട് കൊടുത്ത് ഒരാളുടെ ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്താനാണ് ഈ സെറ്റപ്പ്. ചിലപ്പോൾ ഇതിനോടൊപ്പം തലയിൽ വെക്കാനുള്ള വേറൊരു സംവിധാനം കൂടി കണ്ടേക്കും. അങ്ങനെയാണെങ്കിൽ ബ്രെയിനിലെ ഇൻഫർമേഷൻ കൂടി എടുക്കാൻ കഴിയും. ഈ ടെസ്ല കോയിൽ ഉപയോഗിക്കുന്നത് വയർലെസ് എനർജി ട്രാൻസ്ഫർ സംവിധാനത്തിനാണ്. അതായത് ചെയറിലിരിക്കുന്ന ടാർഗറ്റിലേക്ക് ഇലക്ട്രിസിറ്റിയുടെ മറ്റൊരു സോഴ്സിൽ നിന്നും യാതൊരു വയർ കണക്ഷൻ ഇല്ലാതെ തന്നെ കറണ്ട് കൊടുക്കാൻ കഴിയും. കൃത്യമായി പറഞ്ഞാൽ ഹൈ വോൾട്ടേജ് ലോ കറണ്ട് ആവശ്യത്തിനാണ് ഈ ടെസ്ല കോയിൽ ഉപയോഗിക്കുന്നത്. സിനിമയിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ, അതായത് ഒരാളുടെ ആത്മാവിനെ പുറത്തു കൊണ്ടുവന്ന് അയാളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് രാജശേഖർ. ട്രെയിലറിന്റെ തുടക്കത്തിൽ വെള്ളമില്ലാത്ത ഒരു സ്വിമ്മിംഗ് പൂളിനകത്ത് വെച്ച് ഒരുപാട് പേര് ചേർന്ന് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇവിടെയും ഈ ടെസ്ല കോയിൽ സംവിധാനം കാണാം. സോ ആ പുക വരുന്നിടത്ത് ഒരു ചെയർ ഉണ്ടെന്ന് അനുമാനിക്കാം. അവിടെ നിൽക്കുന്നവർ അതിലൊരാൾ രാജശേഖറാണ്. അടുത്ത് നിൽക്കുന്ന വിമൻ ക്യാരക്ടർ ആരാണെന്ന് കൃത്യമായി അറിയില്ല. പക്ഷേ ശ്രുതി ഹാസന്റെ പ്രീതി എന്ന ക്യാരക്ടർ ആവാനുള്ള സാധ്യതയുണ്ട്. എക്സ്പെരിമെന്റ് നടത്താൻ ആവശ്യമായ കറണ്ട് കണക്ഷൻ എടുക്കുന്നത് ട്രാൻസ്ഫോമറിൽ നിന്നായതുകൊണ്ടും ഓവർലോഡായി ട്രാൻസ്ഫോമറിൽ നിന്നും തീയും പുകയും വരുന്നതും കാണിച്ചിട്ടുണ്ട്. പൂളിന്റെ മുകളിൽ നിൽക്കുന്നവർ സൈമണിന്റെ ആളുകളാണ്. അവർ ഭീഷണിപ്പെടുത്തി ചെയ്യിക്കുന്നതാണ് ഈ പരീക്ഷണം. എക്സ്പെരിമെന്റ് തുടങ്ങുന്നു, നടക്കുന്നു, ട്രാൻസ്ഫോമർ കത്തുന്നു, പുക വരുന്നു. പക്ഷേ പുക തീരുന്നതിന് തൊട്ട് മുൻപുള്ള ഫ്രെയിമിൽ ആ നിൽക്കുന്ന വിമൻ ക്യാരക്ടറിന്റെ മുൻപിൽ ഒരു ആസ്ട്രൽ പ്രൊജക്ഷൻ വന്നിരിക്കുന്നതും അത് വന്നതിന് ശേഷം പെട്ടെന്ന് ആ സ്ത്രീ പേടിക്കുന്നതും കാണാം. ആരുടെയോ ആത്മാവിനെ അവരുടെ പരീക്ഷണത്തിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാൾ പേടിക്കുമ്പോൾ അയാളുടെ തോളുകൾ മുകളിലേക്ക് ഉയരുന്നത് ഒരു റിഫ്ലക്സ് ആക്ഷനാണ്. അതൊരു സ്റ്റാർട്ടിൽ റിഫ്ലക്സ് ആണ്. പൂളിൽ വെച്ച് കസേരയിൽ നിന്നും പുക വന്നപ്പോഴും ട്രാൻസ്ഫോമർ കത്തിയ വെളിച്ചം കണ്ടിട്ടും പേടിക്കാത്ത ആ സ്ത്രീ കഥാപാത്രം മുൻപിലൊരു വെളുത്ത രൂപം വന്നപ്പോൾ പേടിക്കുന്നതായി കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. ഇതിൽ നിന്നും മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കളെ പുറത്തു കൊണ്ടുവരാനാണ് ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഞാൻ ആദ്യം കരുതിയത് മുൻപിലെ വെളുത്ത പുകയിൽ ലൈറ്റ് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് പുകയെ മറച്ചു നിൽക്കുന്നത് കൊണ്ട് ആ സ്ത്രീയുടെ രൂപത്തിനനുസരിച്ച് ഫോം ചെയ്തതാണെന്നാണ്. അങ്ങനെയായിരുന്നെങ്കിൽ അവർ അനങ്ങുമ്പോൾ ആ വെളുത്ത രൂപം അനങ്ങേണ്ടതായിരുന്നു. പക്ഷേ ആ സ്ത്രീയുടെ തോളുകൾ ഉയരുമ്പോഴും വെളുത്ത രൂപം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഒപ്പം ശ്രദ്ധിച്ചാൽ പൂളിന് മുകളിൽ നിൽക്കുന്ന കണ്ണ രവിയുടെ ക്യാരക്ടർ കൈ ചൂണ്ടാൻ തുടങ്ങുന്നത് പോലെയുണ്ട്. സോ കൂലിയിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ കൺസെപ്റ്റാണ് കാണിച്ചിരിക്കുന്നത്. പ്രീതി രാജശേഖർ ഒരു കണ്ടെയ്നർ തുറക്കുന്നതും അതിനകത്തേക്ക് നോക്കുന്നതുമുള്ള രംഗം. ഇത് ആന്ധ്രാപ്രദേശിലേക്ക് പ്രീതി എന്തോ അന്വേഷണത്തിന് പോകുന്ന രംഗത്തിലുള്ളതാണ്.
ആന്ധ്രയിൽ പ്രീതിയെ സഹായിക്കുന്നത് ചാർലി അവതരിപ്പിച്ച കഥാപാത്രമാകാം. ചിലപ്പോൾ വല്ല എക്സ്പെരിമെൻ്റൽ വിക്ടിംസ് അല്ലെങ്കിൽ ഡെഡ് ബോഡിയൊക്കെ ആയിരിക്കും. ഈ റെഡ് ലൈറ്റ് ഉപയോഗിക്കുന്നത് ഒരുപാട് കാര്യങ്ങളെ സിംബോളിക്കലി കാണിക്കാനായതുകൊണ്ട് കൂടുതൽ ഗസ് ചെയ്യുന്നില്ല. ഈ കോൾഡ് സ്റ്റോറേജ് വാനിനെ രാത്രിയിൽ ട്രാഫിക് പോലീസ് തടയുന്നതും അത് തുറന്നു നോക്കുന്നതും ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഡെഡ് ബോഡി ആയിരിക്കാം പ്രീതി തിരയുന്നത്. പ്രീതി ആന്ധ്രയിലേക്ക് പോകുന്നത് ദേവയുടെ കൂടെയാണ്. അവിടെ വെച്ചാണ് ഇമോഷണലായി അദ്ദേഹം നിങ്ങൾക്ക് വെറും ഒരു ഫ്രണ്ട് ആയിരിക്കാമെന്നും എൻ്റെ അച്ഛനാണെന്നും പറയുന്നത്. അതേ രാത്രി തന്നെയാണ് പ്രീതിയെ ഒരു ഷിപ്പിൽ നിന്നും ഒരാൾ പിടിച്ചുകൊണ്ട് പോകുന്നത്. അയാൾ ഉപദ്രവിക്കാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലെ അല്ല തോന്നുന്നത്. അയാൾ അവിടെ നിന്നും പ്രീതിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അയാളുടെ വേഷത്തിൽ നിന്നും അതൊരു ടാക്സി ഡ്രൈവറുടെ വേഷമാണെന്ന് മനസ്സിലാവും. ഇതേ വേഷം ഇതിനു മുൻപ് കണ്ടിട്ടുള്ളത് മാനഗരത്തിലെ ടാക്സി ഡ്രൈവർമാർക്കായിരുന്നു. നാട്ടിൽ എത്ര ഡ്രൈവർ വേഷങ്ങൾ ഉണ്ടായിരുന്നിട്ടും എപ്പുലൈറ്റ് അഥവാ തോളിലുള്ള വളയം, ഒപ്പം ആ പോക്കറ്റ്, ഇതൊക്കെയുള്ള വേഷം തന്നെ എന്തിന് ചൂസ് ചെയ്തു? കാരണം മാനഗരവുമായി കൂലിക്ക് കണക്ഷനുണ്ട്. ഇത് മാനഗരം യൂണിവേഴ്സാണ്. മാനഗരം സിനിമയിൽ ഈ വേഷത്തിലുള്ള ഡ്രൈവർമാരുടെ പ്രാധാന്യം വളരെ വലുതുമായിരുന്നു. ചാർലിയുടെ ക്യാരക്ടർ മാനഗരത്തിലെ ഒരു പ്രധാന കഥാപാത്രമായിരുന്നു. മാനഗരം കഥ നടക്കുന്നതും ചെന്നൈ നഗരത്തിലായിരുന്നു. കൂലിയും നടക്കുന്നത് ചെന്നൈയിലാണ്. സോ കൂലി കാണുന്നതിന് മുൻപ് മാനഗരം കാണുകയാണെങ്കിൽ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഈ രണ്ട് ക്യാരക്ടേഴ്സ് കൈദിയിൽ ഉണ്ടായിരുന്നു. 2016 അക്കാഡമിക് ടോപ്പർ ആയതിനു ശേഷം അണ്ടർ കവർ പോലീസ് ഓഫീസറായ അജാസ് അഹമ്മദ് എന്ന കഥാപാത്രത്തെയാണ് കണ്ണ രവി കൈദിയിൽ അവതരിപ്പിച്ചത്. കൈദിയുടെ കഥ നടക്കുന്നത് 2019 കഴിഞ്ഞ 2 വർഷമായി ടിപ്സിൻ്റെ ഗ്യാങ്ങിലായിരുന്നു എന്ന് അജാസ് പറയുന്നുണ്ട്. കൈദിയുടെ കഥ നടക്കുന്നത് ട്രിച്ചിയിലാണ്. അപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞുള്ള ഒരു വർഷം, അതായത് 2016 മുതൽ 2017 വരെയുള്ള ഒരു വർഷം ചെന്നൈയിൽ ദയാലിൻ്റെ കൂടെ ആയിരുന്നിരിക്കാം. അങ്ങനെ കൂടി കൺസിഡർ ചെയ്താൽ LCU ആയിട്ട് കൂലി കണക്റ്റഡ് ആവും. കൂലി ലിങ്ക് ചെയ്യുന്നത് ലോകേഷിൻ്റെ എല്ലാ സിനിമകളെയും ആയിരിക്കാം. പ്രീതി ഒരാളുടെ കഴുത്തിലേക്ക് എന്തോ എക്സ്പെരിമെൻ്റൽ നാർക്കോട്ടിക് കുത്തിവെക്കുന്ന രംഗം, അത് മിക്കവാറും ആ ശരീരത്തിലെ ബയോളജിക്കൽ കണ്ടീഷനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയാവും. കണ്ടിട്ട് തോന്നുന്നത് അത് സൗബിൻ്റെ ക്യാരക്ടർ ദയാലാണെന്നാണ്. കാരണം കുറ്റിത്താടികളുടെ മുഖം, പുറകിലേക്ക് വെച്ച ഷർട്ട് കോളർ, ചെക്ക് കളർ ഷർട്ട് ഇടുന്ന 2 ക്യാരക്ടേഴ്സിനെയാണ് ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത്. ഒന്ന് രാജശേഖറാണ്, പുള്ളിക്ക് താടിയുണ്ട്. രണ്ടാമത്തേത് ദയാലാണ്. പ്രീതിയും രാജശേഖറും ചേർന്ന് ദയാലിൽ നിന്നും എന്തോ ഇൻഫർമേഷൻ നേടാൻ വേണ്ടി ചെയ്യുന്നതാവാം ഇത്. ദയാൽ കയ്യിൽ കോളാമ്പിയും പിടിച്ച് നടന്നു പോകുന്നത് 100 Days റിലീസ് ടീസറിൽ കാണിച്ച സീനാണ്. ലൗഡ് സ്പീക്കർ ഉപയോഗിച്ച് അനൗൺസ് ചെയ്യുന്നത് എന്താണെന്ന് ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ്. മിക്കവാറും ഇതായിരിക്കും ദയാലിൻ്റെ ഇൻട്രോ സീൻ. ശേഷം പിടികൂടുന്ന കൂലിയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് കാണിക്കുന്നതോടെയാവും ദയാലിൻ്റെ വില്ലനിസം പ്രസൻറ്റ് ചെയ്യുന്നത്. നിരന്നു നിൽക്കുന്ന കൂലികൾക്ക് ഇടയിലേക്ക് ഒരു ക്രെയിനിൻ്റെ ആങ്കർ വന്ന് നിൽക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. മിക്കവാറും പിടികൂടുന്ന കൂലിയെ ആ ക്രെയിനിൻ്റെ ആങ്കറിൽ കെട്ടി പൊക്കാനാണ് സാധ്യത. ഒരാളെ കൊന്ന് തുണി കൊണ്ട് കഴുത്തിൽ കെട്ടി വലിച്ച് കൊണ്ടുപോകുന്ന സീൻ, ഇത് പഴയ ദേവയാണ്. പറയാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന് കയ്യിലെ ഇടിവള, 2 ടക്കിൻ ചെയ്യാത്ത ഷർട്ട്. അതേ ഫൈറ്റിൽ കലീജയെയും കാണിക്കുന്നുണ്ടെങ്കിലും കലീജയുടെ കയ്യിൽ ഒരു വളയില്ല. മാത്രമല്ല ടക്കിൻ ചെയ്ത രീതിയിലാണ് കൂലി യൂണിഫോം. ഇനി ടക്കിൻ അഴിച്ചിടാമല്ലോ എന്നൊക്കെ ചോദിച്ചാൽ ഇടാം, പക്ഷേ ഇത് ഓൾഡ് ദേവയാണ്. ഹോസ്റ്റൽ ഫൈറ്റ് സീൻ, അവിടെയുള്ള എല്ലാവരുടെയും വേഷം നൈറ്റ് ഡ്രസ്സാണ്. എന്നാൽ പ്രീതി മാത്രം ഒരുങ്ങി റെഡിയായി ബാഗുമായി പോകുന്ന രംഗമാണ്. ദേവയുടെ കൂടെ പോകുന്ന പ്രീതിയെ കൊല്ലാനാണ് ദയാലിൻ്റെ ആളുകൾ വന്നിരിക്കുന്നത്. അവിടെ നിന്നും ഫൈറ്റ് കഴിഞ്ഞ് നേരെ പോകുന്നത് പോർട്ടിലേക്കാണ്. അവിടെ വെച്ച് ചെറിയൊരു ഫൈറ്റ് നടക്കും. ഈ സീനിൽ പുറകിൽ നിൽക്കുന്ന ആളിൻ്റെ ഷർട്ട് കീറിയിരിക്കുന്നതായും കയ്യിലൂടെ ചോര ഒഴുകുന്നതും കാണാം. പ്രീതിയുടെ തോളിലുള്ള ബാഗിൽ നിന്നുമാണ് ദേവ ഇരുമ്പ് നീഡിൽ ഊരിയെടുക്കുന്നത്. അവിടെ വെച്ചുള്ള ഫൈറ്റിന് ശേഷമാണ് ദയാലും ദേവയും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഇനിയും ഡീകോഡ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ട്രെയിലറിലുണ്ട്. കൂലി ഒരു വമ്പൻ ഹിറ്റാവുന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത്രയുമൊക്കെ പറഞ്ഞെങ്കിലും FDFS ഞാൻ കണ്ടിരിക്കും. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും വരാം. പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.